മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അനുഗ്രഹദായകമായ നഴ്സസ് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും സ്വാഗതം ചെയ്യുന്നു. ഏശയ്യ 59:1 പറയുന്നത് പോലെ, രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല എന്ന തിരുവചന പ്രകാരം വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദിയും ഒരുക്കി, പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിത്തൂണായും ഈശോ കൂടെ നടന്ന് കൈപ്പിടിച്ച് നടത്തിയ ഞങ്ങളുടെ അത്ഭുത സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷാൻസി. ഞാൻ നാട്ടിൽ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ 10 വർഷമായിട്ട് ദുബായിൽ വർക്ക് ചെയ്യുകയാണ്. ജീവിത പങ്കാളി സന്തോഷ്, ഒരു മോളാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ ബിൻസി. എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് റോബർട്ട്. ഞങ്ങൾക്കൊരു കുഞ്ഞു മോളാണ് ഉള്ളത്. ഞങ്ങൾ 1 വർഷമായി ദുബായിൽ ജോലി ചെയ്യുന്നു. നാട്ടിൽ കാസർഗോഡ് നിന്നാണ്. എൻ്റെ പേര് ലിജി. ഞാൻ 15 വർഷമായിട്ട് ദുബായിൽ ജോലി ചെയ്യുന്നു. ഹസ്ബൻഡിൻ്റെ പേര് ജൂബി. ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. നാട്ടിൽ കോട്ടയത്താണ്. ഷാൻസി, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഓരോ നിമിഷവും ഒത്തിരി അനുഗ്രഹങ്ങൾ തരുന്നുണ്ടല്ലേ? യേശു എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിലൊരു അനുഗ്രഹമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. നഴ്സിംഗ് പഠനമെല്ലാം കഴിഞ്ഞ് ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് വിദേശത്തേക്കുള്ള ഒരു തൊഴിലവസരം എനിക്ക് കിട്ടുന്നത്. അത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു, വിദേശത്തുള്ളൊരു ജോലി എന്ന് പറയുന്നത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള എക്സാമുകളെല്ലാം എൻ്റെ ഫിനിഷായി, അതെല്ലാം ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു മെഡിക്കൽ ഫിറ്റ്നസ് കൂടി ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ മെഡിക്കൽ ഫിറ്റ്നസ്സിന് പോയപ്പോഴാണ് മെഡിക്കലി ഞാൻ അൺഫിറ്റ് ആവുകയാണ് ചെയ്തത്. അങ്ങനെ എനിക്ക് എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു മെഡിക്കലി അൺഫിറ്റ് ആവുക. അതിലൊരു ബ്ലഡ് ടെസ്റ്റ് പോസിറ്റീവ് ആയിരുന്നു എൻ്റെ. അങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. വീണ്ടും ഞാൻ മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടി പോയി. വീണ്ടും അത് തന്നെ, സെയിം റിസൾട്ട് തന്നെ, റിസൾട്ട് പോസിറ്റീവാണ്. അങ്ങനെ വളരെയധികം വിഷമത്തോടു കൂടി ഞാൻ കുറച്ച് ദിവസത്തെ ലീവ് എടുത്ത് നാട്ടിലോട്ട് മടങ്ങി. എനിക്ക് അത് വീട്ടുകാരോട് എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് വലിയ അറിവൊന്നും അവർക്കില്ല. ഒരു ബ്ലഡ് ടെസ്റ്റ് പോസിറ്റീവാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ സിവിയറിറ്റി എന്താണെന്നുള്ളതൊന്നും എൻ്റെ മാതാപിതാക്കൾക്കൊന്നും അറിയില്ല. ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് പോസിറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സ്വപ്നമാണ്. അതായത് ഒരു നഴ്സിംഗ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല ഈ ഒരു ടെസ്റ്റ് പോസിറ്റീവായിട്ട് വരുമ്പോൾ. അങ്ങനെ ഞാൻ നാട്ടിലെത്തിച്ചേർന്ന് ഒരു ഫ്രണ്ട് വഴിയായിട്ട് ഞാൻ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് ഇടവന്നു. ഡോക്ടറുടെ അടുത്ത് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് എന്നെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, നിനക്കൊരു കുഴപ്പമില്ല, നീ സന്തോഷത്തോടു കൂടെ അതിനെ തിരിച്ചു പൊക്കോ. അതുപോലെ തന്നെ ഡോക്ടറുടെ അടുത്ത് നിന്ന് ഞാനൊരു ട്രീറ്റ്മെൻറ്റ് പ്രതീക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എനിക്ക് തന്നത് ഈശോയുടെ ഒരു വചനമാണ്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകളൊന്നും അല്ല, ഈശോയുടെ ഒരു വചനം. ആ വചനം സങ്കീർത്തനം 126:5, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യും, കറ്റ ചുമന്നുകൊണ്ട് വിലാപത്തോടെ പോകുന്നവൻ വിത്ത് ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഈ വചനം വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അന്നൊന്നും വചനം ചൊല്ലി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമൊന്നും അല്ലായിരുന്നു. ഒത്തിരിയേറെ പ്രാർത്ഥിക്കും, ജപമാലകളെല്ലാം ചൊല്ലുമെങ്കിലും വചനത്തെ ആസ്പദമാക്കി വചനം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതമൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ ഈ വചനം എൻ്റെ ഹൃദയത്തിൽ ആഴമായി സ്പർശിച്ചു. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് മടങ്ങി ഈ വചനം വെച്ച് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മറ്റു പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്നതിൻ്റെ കൂടെ തന്നെ ഈ വചനം വെച്ച് തന്നെ പ്രാർത്ഥിക്കുന്നത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആയിരുന്നു ആ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ. അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പിറ്റേ ആഴ്ച ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി കൊടുത്തു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് വാങ്ങാനായിട്ട് പോയത് അമ്മയാണ്. അപ്പോൾ എനിക്ക് ബ്ലഡ് ടെസ്റ്റ് വാങ്ങാനുള്ള ഒരു ടെൻഷനാണ്. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് വാങ്ങാനായിട്ട് ഞാൻ പോയില്ല. അമ്മ പോയി കഴിഞ്ഞപ്പം അവിടുത്തെ ലാബിലെ ടെക്നീഷ്യൻ പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ റിസൾട്ട് റിലീസ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഒരു പ്രാവശ്യത്തെ ബ്ലഡ് സാമ്പിളും കൂടി എടുത്ത് കൺഫർമേഷൻ ആയാലേ ഞങ്ങൾക്ക് റിസൾട്ട് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്.
അങ്ങനെ ഞാൻ വീണ്ടും ലാബിൽ പോയി. അന്ന് തന്നെ ഞാൻ ബ്ലഡ് സാമ്പിൾ കൊടുത്തു. ബ്ലഡ് സാമ്പിൾ കൊടുത്ത് പിറ്റേ ദിവസം എനിക്ക് റിസൾട്ട് കിട്ടി. ദൈവം അനുഗ്രഹിച്ച് അത് നെഗറ്റീവ് ആയിരുന്നു. സഹനം ഒരു അനുഗ്രഹമായി ദൈവം തന്നു അല്ലേ? ശരിക്കും അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് താങ്ങാൻ പറ്റുമോ എന്ന് പോലും ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഈ ഒരു അസുഖമായിട്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് ഈ ഒരു ശുശ്രൂഷ മേഖലയിൽ വന്നു കഴിഞ്ഞ് ഈ ആദ്യത്തിൽ തന്നെ നമുക്ക് ഈ ഒരു സഹനം തന്നു കഴിഞ്ഞാൽ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ഒരു നഴ്സിംഗ് പ്രൊഫഷൻ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു നിരാശയും എങ്ങനെ കൊണ്ടുപോകുമെന്നുള്ളൊരു വളരെയേറെ വിഷമത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വളരെ സന്തോഷത്തോടു കൂടെ തന്നെ ഞാൻ ഡൽഹിയിലോട്ട് തിരിച്ചു പോയി. ഡൽഹിയിൽ ചെന്നിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യേണ്ടി വന്നോ? ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞ് ഏജൻറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഷാൻസി നമുക്ക് ഒരു പ്രാവശ്യം കൂടി മെഡിക്കൽ ഫിറ്റ്നസ്സിന് അപ്ലൈ ചെയ്യാം. ഓൾറെഡി എൻ്റെ ഇത് മെഡിക്കലി അൺഫിറ്റ് ആണ് സിസ്റ്റത്തിൽ കാണുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി മെഡിക്കലി ഫിറ്റ് കിട്ടുക എന്നുള്ളത്, അല്ലെങ്കിൽ മെഡിക്കൽ ടെസ്റ്റിന് അപ്രൂവൽ കിട്ടുക എന്നുള്ളത് വളരെയധികം വിഷമമാണ്. അങ്ങനെ അവിടെയും ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അവിടെ എനിക്ക് മെഡിക്കലിന് 2ാമത് അപ്രൂവൽ വന്നു. ഞാൻ അങ്ങനെ മെഡിക്കൽ ടെസ്റ്റ് ചെയ്തു, മെഡിക്കലി ഫിറ്റായി. ഇതിലും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ആദ്യത്തെ ബാച്ചിൽ തന്നെ, അതായത് ഇങ്ങനെയൊക്കെ തടസ്സങ്ങൾ ദൈവം വെച്ചെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈശോയുടെ കൂടെ ചേർന്നുകൊണ്ട് ആ വചനത്തിൽ, അതാണ് എനിക്ക് കൂടുതലും അനുഭവവേദ്യമായത്. അതായത് ആ വചനത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം ആദ്യത്തെ ബാച്ചിൽ തന്നെ എനിക്ക് വിദേശത്ത് എത്തിച്ചേരാൻ പറ്റി എന്നുള്ളതാണ്. സഹനമെല്ലാം ഒരു അനുഗ്രഹമാക്കി തമ്പുരാൻ മാറ്റി അല്ലേ? സഹനമെല്ലാം അനുഗ്രഹമാക്കി മാറ്റി. അതുപോലെ തന്നെ എനിക്ക് അതിലേറെ എനിക്ക് എൻ്റെ ജീവിതത്തെ സ്പർശിച്ചത് ഈ ഒരു വചനത്തിലൂടെ എന്നെ യേശു സാക്ഷിയാക്കി മാറ്റുകയാണ് ചെയ്തത്. ആ വചനം വചനത്തിലൂടെ സാക്ഷിയാക്കി മാറ്റി കഴിഞ്ഞപ്പോൾ നമ്മൾ ശുശ്രൂഷിക്കുന്ന എല്ലാ രോഗികൾക്കും ആ വചനങ്ങൾ കൊണ്ട് തന്നെ സൗഖ്യം കിട്ടും എന്നുള്ളത് അവർക്ക് പറഞ്ഞു. കാരണം എനിക്ക് ഒരു അനുഭവവേദ്യമായതാണ്. എൻ്റെ ഒരു വലിയൊരു അസുഖം യേശു എടുത്തു മാറ്റി വചനത്തിലൂടെ. ശക്തി മനസ്സിലായി. അപ്പൊ ഞാൻ ശുശ്രൂഷിക്കുന്ന രോഗികൾക്കും ആ വചനത്തിന് ശക്തിയുണ്ട്. വചനത്തിൽ പറഞ്ഞ പോലെ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറുന്നതുമാണ്. ശരിക്കും അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായി തന്നെ എനിക്ക് തന്നെ എൻ്റെ കണ്ണിൽ തന്നെ ഞാൻ കണ്ട ഒരു അനുഭവമാണ്. അപ്പൊ അതെനിക്ക് രോഗികൾക്കും അത് പകർന്നു കൊടുക്കാനായിട്ട് പറ്റും. ഷാൻസിയുടെ ജീവിതത്തിൽ ഈശോ പ്രവർത്തിച്ച വലിയൊരു അത്ഭുതം നമ്മളിപ്പോൾ കേട്ടു. ബിൻസിയുടെ ജീവിതത്തിൽ അതുപോലുള്ള അത്ഭുതങ്ങൾ ഉണ്ടാകുമല്ലോ. ചെറുപ്പകാലം മുതൽ എനിക്ക് ഒത്തിരി ദൈവാനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് ചേച്ചി. അതിലേറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞാൽ ഞാൻ ചേച്ചി നിങ്ങളുമായി പങ്കുവെക്കാം. 3 വർഷം മുമ്പ് ആ സമയത്ത് എൻ്റെ കല്യാണം നിശ്ചയിച്ച സമയമായിരുന്നു. എനിക്കൊരു പെട്ടെന്ന് വയറുവേദന വരികയും ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോൾ എൻഡോമെട്രിയോസിസ് ആണ് പറയുകയും ചെയ്തു. അങ്ങനെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തെങ്കിലും എനിക്കൊരു വേദനയ്ക്കൊന്നും ഒരു കുറവുണ്ടായില്ല. ആ സമയത്ത് ഡോക്ടർ എൻ്റെ അമ്മയോട് പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാകുന്ന കാര്യം മമ്മി ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, നമുക്ക് ഒന്നും പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായില്ല, എനിക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു എൻ്റെ ദൈവത്തിൽ. ഞാൻ വിശ്വസിച്ചു എനിക്ക് എൻ്റെ ദൈവം കുഞ്ഞിനെ തരുമെന്ന്. അങ്ങനെ ആ സമയത്ത് ഞാൻ പണ്ട് മുതലേ മാതാവുമായി എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പണ്ട് മുതലേ ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതലേ, ഞാൻ ഓർമ്മ വെച്ച കാലം മുതലേ എൻ്റെ കയ്യിൽ ഒരു കൊന്ത ഉണ്ടായിരുന്നു എപ്പോഴും. ആ ജപമാല ശക്തി എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ അമ്മയും ഈശോയും എനിക്ക് കുഞ്ഞിനെ തരുമെന്ന്. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞു. ആദ്യത്തെ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി. പ്രൈസ് ലോർഡ്. ആ സമയത്ത് തന്നെ കൃപാസനത്തിലെ അവിടെ സാക്ഷ്യങ്ങൾ കാണുകയും ധ്യാനം കൂടുകയും ഞാനും ഹസ്ബൻഡും ഒന്നിച്ചിരുന്ന് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു എല്ലാ ദിവസവും. അങ്ങനെ ആദ്യത്തെ മാസം എനിക്ക് വയറുവേദനയായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. പ്രഗ്നൻസിയുടെ ഒരു ഇത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു എൻ്റെ ഓവറി എല്ലാം ഒട്ടിക്കിടക്കുക, ഇതെങ്ങനെ സംഭവിച്ചെന്ന്. വിശുദ്ധ ലൂക്ക 17:28 പറയുന്ന പോലെ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് അന്ന് എൻ്റെ ജീവിതത്തിൽ നിറവേറി. തീർച്ചയായിട്ടും വലിയൊരു അത്ഭുതം. അങ്ങനെ ഞാൻ 3 മാസങ്ങൾക്ക് ശേഷം വിദേശത്തേക്ക് ജോലിക്കായി തിരിച്ചുപോയി. അങ്ങനെ 5-ാം മാസത്തിൽ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്ലാസിൻ്റെ പ്രിവിയാന്ന് പറഞ്ഞു. അവിടെ എനിക്ക് പിന്നെ ഒരു സഹനം ദൈവം തന്നു. പക്ഷേ എനിക്കൊരു സങ്കടം ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മയും എൻ്റെ ഈശോയും കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം എന്നിലുണ്ടായിരുന്നു. അങ്ങനെ 9-ാം മാസമായി ഡോക്ടറെ അടുത്ത് പോയി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുവാൻ വേണ്ടി ട്രാവൽ ചെയ്യാൻ. അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു
ഒരിക്കലും നിനക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയല്ല, നീ ബെഡ് റെസ്റ്റ് എടുക്കണം ഡെലിവറി വരെ, ഇവിടെ ഡെലിവറി നടത്താനേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അവിടെ ഡെലിവറി ചെയ്യാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ട് ഡോക്ടർ തന്നില്ല. കാരണം ഒത്തിരി റിസ്ക് ആയിരുന്നു, ട്രാവൽ ചെയ്യാത്ത ബ്ലീഡിംഗ് ഒക്കെ ആയ ഒത്തിരി പ്രശ്നങ്ങളാണ്. റിവ്യൂ ആണ്. അങ്ങനെ ഞാൻ പല ഡോക്ടറെ അടുത്ത് പോയിട്ടും തന്നില്ല. അങ്ങനെ ഞാനൊരു ദിവസം ഒരു ചെറിയ ക്ലിനിക്കിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് ആ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ എന്തോ ദൈവാനുഗ്രഹം എനിക്ക് ഫിറ്റ്നസ് പേപ്പർ കിട്ടി. അങ്ങനെ ഞാൻ 36ാമത്തെ വീക്സിൽ അവിടുന്ന് നാട്ടിലെത്തി. എനിക്ക് എൻ്റെ മാതാവും അമ്മയും എന്നെ പൊതിഞ്ഞ് സൂക്ഷിച്ചു. ഒരു കുഴപ്പമില്ല. ഞാൻ നാട്ടിലെത്തി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സിസേറിയൻ കഴിഞ്ഞ് ഒരു നോർമൽ കുഞ്ഞിന് തന്ന ദൈവം എനിക്ക് അനുഗ്രഹം നൽകി. വീക്സിലൊക്കെ ട്രാവൽ ക്ലിയറൻസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതും ഇങ്ങനെ ഒരു ബ്ലീഡിങ്ങിന്റെ ചാൻസ് വളരെ കൂടുതലല്ലേ. പക്ഷെ അവിടെയും ദൈവം കാത്തു. ജോബിനോട് പറഞ്ഞ പോലെ അവന്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അതായത് പിൻസിയുടെ ആ ഒരു വിശ്വാസമാണ് അവൾക്ക് നീതിയായിട്ട് കുഞ്ഞു മോളെ ദൈവാനുഗ്രഹം ഒരു കുഴപ്പമില്ലാതെ ദൈവം തന്നത്. ഞാൻ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട് ലീ ചേച്ചി വളരെയധികം സഹനങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത്. അങ്ങനെ ആ സഹനത്തിലൂടെ യേശുവിന് സാക്ഷിയായി മാറിയത് എങ്ങനെയാണെന്നൊന്ന് പറയാമോ? അപ്പം തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ വിവാഹം തന്നെ നടന്നത് വളരെയധികം ബുദ്ധിമുട്ടോടു കൂടിയാണ്. വളരെയധികം വിവാഹാലോചനകൾ വന്നതിന് ശേഷമാണ് എൻ്റെ ഭർത്താവിനെ എനിക്ക് ജീവിത പങ്കാളിയായിട്ട് ലഭിച്ചത്. അത് അവസാനം വളരെയധികം സഹനത്തിലൂടെ കടന്നു പോയിട്ടാണ് ഞാൻ ആ വിവാഹം കഴിക്കാനായിട്ട് ഇടയായത്. പിന്നീട് ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളാണ് ഉണ്ടായത്. അതിൽ മൂത്തയാൾ നോർമലായിട്ടായിരുന്നു. അതിൽ യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് സഹിക്കേണ്ടി വന്നില്ല. നോർമലായിട്ടുള്ള ജീവിതം നയിച്ചു. ആ സമയത്തൊന്നും കൂടുതലൊരു പ്രാർത്ഥനയിലേക്ക് ദൈവം ഒത്തിരി സഹനങ്ങൾ നേരത്തെ തന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരിയൊന്നും അങ്ങനെ പ്രാർത്ഥനയിലോട്ടോ അല്ലെങ്കിൽ പള്ളിയിൽ പോകാനോ ഒന്നും ഞങ്ങൾ സമയം കണ്ടെത്തിയിരുന്നില്ല. അപ്പം ഉള്ള കുഞ്ഞുമായിട്ടുള്ള ഒരു സന്തോഷം അങ്ങനെ അതിലാണ് ജീവിച്ചത്. അതിനുശേഷം പിന്നെ അവൾക്ക് 2 വയസ്സായ സമയത്താണ് ഇളയ കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. ഒരു ഇരട്ടപ്പിള്ളേരാണ്. അപ്പോൾ ഇരട്ടപ്പിള്ളേർ ഉണ്ടായ സമയം തൊട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സഹനങ്ങളായിരുന്നു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ല മറ്റേ ആൾ ചെയ്യുന്നത്. മറ്റേ ആൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതിൽ എന്താണ് ഈ പ്രശ്നം ആദ്യമൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. മൈൽ സ്റ്റോണെല്ലാം ഒരുവിധം നോർമലായിരുന്നു. എല്ലാ കാര്യങ്ങളും ഈ നോർമൽ അല്ലാത്ത കുഞ്ഞ് ചെയ്യുന്നായിരുന്നു ആദ്യമേ ചെയ്തത്. പക്ഷേ എങ്കിൽ വീണ്ടും മുന്നോട്ടുള്ള വളർച്ച വന്നപ്പം അവൻ സംസാരിക്കുന്ന വേറെ എന്തൊക്കെയോ വാക്കുകൾ അപ്പോൾ ഒരാളിങ്ങനെ ഒന്നും സംസാരിക്കുന്നില്ല, ഒച്ചകൾ മാത്രം കേൾപ്പിക്കുന്നു, വിളിച്ചാൽ വിളി കേൾക്കത്തില്ല, എങ്ങോട്ടൊക്കെ ഓടിപ്പോകുന്നു, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു വിഷമത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറിനെ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കാണിച്ചത്. അപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഇത് നിൻ്റെ ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്, നീ അത് അവനെ പൊന്നുപോലെ നോക്കിക്കൊള്ളുക. അവന് ഓട്ടിസമാണ്. ഓട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലക്ച്വലായിട്ടും സൈക്കോളജിക്കലായിട്ടും ആയിട്ടുള്ള വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഡിസീസാണ്. അത് പലതരത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ ഡിഫോമിറ്റിയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് ഓരോ കുഞ്ഞിനും ഓരോ ലെവലാണ്. അങ്ങനെ ആ ഒരു കാര്യം മനസ്സിലാക്കിയതോടുകൂടി ഞങ്ങളിങ്ങനെ സെർച്ചൊക്കെ ചെയ്തു. മനുഷ്യനല്ലേ, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പം പല കുഞ്ഞുങ്ങളുടെയും വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാഴ്ചകൾ ഞാൻ ഹൃദയം തകർന്നു പോയ ഒരു കാലഘട്ടമായിരുന്നു അത്. 2-3 വർഷക്കാലം കണ്ണുനീരും പ്രാർത്ഥനയും മാത്രമേ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ജോലി കളയാനും പറ്റില്ല. ഹസ്ബൻഡിൻ്റെ ജോലി നേരത്തെ നിർത്തിയായിരുന്നു. അത് അതിനുശേഷം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുഞ്ഞിന് ഭയങ്കരമായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ട് വേദനയോടുകൂടിയായിരുന്നു ആ കാലഘട്ടങ്ങൾ. കുഞ്ഞിനെ നോക്കാനായിട്ട് തന്നെ ഒരാൾ കണ്ണ് ചിമ്മാൻ പറ്റിയല്ലാത്ത രീതിയിലായിരുന്നു. അത് തന്നെ എല്ലാ രാത്രിയിൽ അവൻ ഉറങ്ങത്തില്ല. പകലാണെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ ചില സാധനങ്ങൾ മാത്രമേ കഴിക്കത്തുള്ളൂ, അല്ലാതെ എല്ലാ കൂട്ടമൊന്നും കഴിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു. ആ സമയത്താണ് ഞങ്ങൾ സെൻറ്റ് മേരീസ് ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ, ജോലി കിട്ടിയതും ആദ്യമേ കുഞ്ഞുണ്ടായതും ഒക്കെ അങ്ങനെയാണ് ഉണ്ടായത്. അതിനുശേഷം ഞങ്ങൾ ഈ സെൻറ്റ് മേരീസ് ചർച്ചിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നു. അങ്ങനെ അപ്പോഴാണ് നേഴ്സസ് മിനിസ്ട്രിയിലെ ഒരു ബ്രദർ മുഖാന്തരം പുള്ളി ഒരു വചനം ഞങ്ങൾക്ക് എഴുതി പറഞ്ഞു തന്നു. ഇത് നിങ്ങൾ ജീവിതത്തിൽ എന്നും പറയുകയും കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിക്കുവാനും ഒക്കെ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. അതായത് ദൈവവചനത്തിൻ്റെ ആ ശക്തിയൊക്കെ ഞങ്ങൾ അന്നോട്ടാണ് മനസ്സിലാക്കി തുടങ്ങിയത്. അന്ന് വരെ കുർബാനയിൽ സംബന്ധിക്കും പ്രാർത്ഥിക്കും എന്നതിൽ, കുടുംബ പ്രാർത്ഥനയിലും എന്നതിലുപരി ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ടൊന്നും ഞങ്ങൾ
മുതിർന്നിട്ടില്ല. അങ്ങനെ അതിന് വേണ്ടിയിട്ട് വേറെ വചനങ്ങൾ ഞങ്ങൾ എഴുതി പഠിച്ചു, എഴുതുകയും പ്രാർത്ഥിക്കുകയും. അപ്പോൾ അവന് ഓരോ വാക്കുകളൊക്കെ ചിലതൊക്കെ പറയാൻ തുടങ്ങി. മറ്റുള്ള കുഞ്ഞുങ്ങളെ അമ്മയെന്ന് വിളിക്കേണ്ട സമയത്ത് എൻ്റെ കുഞ്ഞ് ആദ്യം പറഞ്ഞത് ഈശോ എന്നാണ്. അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും വർത്തമാനം പറയാനായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അവനെ ഞങ്ങൾ പൊന്നുപോലെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് പരിപാലിക്കുന്നത്. ഇപ്പോൾ അവൻ ഹോസ്റ്റലിലൊക്കെ പോയി നിൽക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് എന്തോ ഇപ്പം ഞാനിവിടെയാണ് അവരവിടെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവർക്ക് ഞങ്ങൾക്ക് വളരെയധികം ഒരു വേദനയാണ്. അവനും അത്ര ഇഷ്ടമൊന്നുമല്ല പേരൻസിൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കാനായിട്ട്. എൻ്റെ അവരുടെ സിബ്ലിങ്സ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കും അവനെ ഭയങ്കര ഒരു കാര്യമാണ്. അവനെ സംരക്ഷിക്കാൻ കൊച്ച് എന്നാണ് അവർ വിളിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലിയിലെ എല്ലാവരും ഒരു കൊച്ചിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്, ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. തീർച്ചയായിട്ടും ഒരിക്കലും നമ്മൾ ചെയ്തു കൂടാത്തൊരു കാര്യമാണ് കുഞ്ഞുങ്ങളെയൊക്കെ ഇരുട്ടുമുറിയിൽ അടയ്ക്കുകയും ആർക്കും വേണ്ടാത്തതായിട്ട് കരുതുകയും. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ അവൻ വന്നത് ഒരു വിശുദ്ധനായിട്ടാണ്. അതായത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം അവൻ മുഖാന്തരമാണ് വന്നത്. അവൻ മുഖാന്തരമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഈശോനെ കൂടുതലായിട്ട് അറിയുന്നതും ദൈവവചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കുന്നതും. അപ്പം ഇരുട്ടറകളിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾ ലോകമെമ്പാടും ഉണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ കുഞ്ഞുങ്ങളെ വേർതിരിച്ച് കാണരുത്, അവരെ ചങ്കോട് ചേർത്ത് വെക്കണം. അവൻ ഞങ്ങളുടെ ചങ്കാണ്. അതുപോലെ മറ്റുള്ളവരും അങ്ങനെ തന്നെ കുഞ്ഞുങ്ങളെ കരുതണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പുറപ്പാട് പുസ്തകം 4:11 പറയുന്നത് പോലെ കർത്താവ് അവനോട് ചോദിച്ചു, ആരാണ് മനുഷ്യന് സംസാരശേഷി നൽകിയത്? ആരാണ് അവനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത്? കർത്താവായ ഞാനല്ലേ. ഈ വചനം ഞങ്ങൾ സ്ഥിരമായിട്ട് ചൊല്ലുകയും മറ്റു കുഞ്ഞുങ്ങൾ പറയുകയും ചെയ്യുമായിരുന്നു. ഈ വചനത്തിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. അവൻ നല്ലതായിട്ട് സംസാരിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. അതുപോലെ അവൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇടപെടലിനെ ഓർത്ത് ഞങ്ങൾ നിരന്തരം ദൈവത്തിന് സ്തുതി പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സഹനങ്ങളോ ഇങ്ങനെയുള്ള മക്കൾ നമുക്ക് ലഭിക്കുമ്പോൾ പല മാതാപിതാക്കളും അവരെ മറച്ചു വെക്കുകയും സമൂഹത്തിൻ്റെ മുൻധാരയിലേക്ക് കൊണ്ടുവരാതെയൊക്കെ ഇരിക്കുകയും ചെയ്യുമ്പോൾ ചേച്ചിയുള്ളവർ നമുക്ക് വളരെയധികം നമ്മളുടെ ജീവിതത്തിന് തന്നെ വളരെയധികം പ്രചോദനമാണ്. ആ മക്കൾ ചേച്ചി പറഞ്ഞ പോലെ ആ മകനെ ചേച്ചിയുടെ ചങ്കാണ്. ആ ചങ്കാക്കി മാറ്റി യേശുവിനോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് ചേച്ചിക്ക് ദൈവം തരുന്ന വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെയുള്ളൊരു വിശ്വാസ ജീവിതമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടതും. തീർച്ചയായിട്ടും. ഇപ്പം ലിജേച്ചിയും ബിൻസിയും ഇങ്ങനെ മക്കളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ ജീവിതത്തിലും മക്കളെ നൽകിയൊരു അനുഗ്രഹം ഉണ്ട്. അതായത് വിവാഹ ജീവിതം കഴിഞ്ഞ് ഒരു 4 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് മക്കളൊന്നും ഇല്ലായിരുന്നു. ട്രീറ്റ്മെൻറ്റുകൾക്കൊക്കെ ആയിട്ട് പോയി, ഡോക്ടറുടെ അടുത്തെല്ലാം പോയി, പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനുകളും ഡോക്ടർമാർ നമ്മുടെ മുമ്പിൽ വെച്ചു. അങ്ങനെ ഞാനും ജീവിത പങ്കാളിയും കൂടി ഒരു തീരുമാനം എടുത്തു, നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും ഇനി വേണ്ട. അങ്ങനെ ഞങ്ങൾ ആ ട്രീറ്റ്മെൻറ്റിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, സമ്പത്താവട്ടെ സമയമാവട്ടെ എല്ലാം, അത് ഞങ്ങളൊരു തീരുമാനം എടുത്തു. ഞങ്ങളങ്ങനെ ഹോളി ലാൻഡിലേക്ക് പോയി. ഹോളി ലാൻഡിൽ പോയി വലിയൊരു അനുഭവമായിരുന്നു അത്. ഈശോ നടന്ന വഴിയിലൂടെ നടക്കുക, പരിശുദ്ധ അമ്മയെ ഈശോ വഹിച്ചു കൊണ്ടുപോയി ആ വഴിയിലൂടെ നടക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു അനുഭവമായിരുന്നു. അപ്പോഴെല്ലാം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ, പരിശുദ്ധ അമ്മ ഈശോയെ വഹിച്ചതുപോലെ എനിക്കും ഉണ്ണീശോയെ ഉദരത്തിൽ വഹിച്ച് നടക്കാനുള്ള ഭാഗ്യം കിട്ടണമെന്ന് ഞങ്ങൾ കരഞ്ഞു തന്നെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചിവിടെ വന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടാണ് തിരിച്ചു വന്നത്. വലിയൊരു സാക്ഷ്യമാണല്ലോ അത്. ഞങ്ങൾക്ക് എല്ലാവർക്കും, അതായത് ഞങ്ങളുടെ കൂടെ ഒരു വികാരി അച്ഛൻ ഉൾപ്പെടെ ഒരു 20 പേരാണ് പോയത്. എല്ലാവർക്കും വലിയൊരു അനുഭവമായി. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയി തിരിച്ചു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എല്ലാവർക്കും കാണുന്നൊരു വലിയൊരു അത്ഭുതമായിരുന്നു അത്. യെശയ്യാ 66:9 പറയുന്നു, പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം നടക്കാതിരിക്കുമോ, ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്നുള്ളത്. പക്ഷെ അത് ശരിക്കും ദൈവം ഓരോ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. അത്രയും നാൾ വന്ധ്യമായിരുന്ന ഒരു ഉദരം, എൻ്റെ ഉദരം ഈശോ സൗഖ്യമാക്കി തരികയാണ്. വലിയൊരു അത്ഭുതമായിരുന്നു ഞങ്ങൾക്കത്. ഹോളി ലാൻഡിൽ പോകുന്നത് തന്നെ വലിയൊരു അവിടെ ചെല്ലാൻ പറ്റുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. പക്ഷെ ഒരു അത്ഭുതത്തോടു കൂടെ തിരിച്ചു വരുന്നത്, ഒരു സാക്ഷിയാക്കി മാറ്റുന്നത് അതിലേറെ ഒരു അത്ഭുതമായിരുന്നു. 1 പത്രോസ് 1:7 പറയുന്നു, അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നമ്മുടെ വിശ്വാസം. നമ്മുടെ ഈ വലിയ പ്രതിബന്ധങ്ങളിൽ നിന്നെല്ലാം നമ്മളെ ഈശോ അഗ്നിയിലൂടെ കടത്തിവിടുകയായിരുന്നു. പക്ഷെ നമ്മൾ വിശ്വാസവും വചനവും വഴി ആ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നും ഈശോയുടെ സാക്ഷിയായി മാറ്റുന്നു.
ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈശോ ചൊരിഞ്ഞിട്ടുണ്ട്. അതിൽ വലുതും ചെറുതും ഒത്തിരിയേറെയുണ്ട്. അത് മാത്രമാണ് നമ്മളിവിടെ പങ്കുവച്ചത്. ഇന്നും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ദൈവം അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവത്തിന് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. തീർച്ചയായും. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ആരാധന, മഹത്വം കർത്താവേ. യേശുവേ നീക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവേ തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. നന്ദി നന്ദി എന്നേശുവേ, നന്ദി എന്നേശുപാരാ. നന്ദി നന്ദി എൻ സർവമേ, നന്ദി എന്നേശുപാരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എന്നേശുവേ, നന്ദി എന്നേശുപാരാ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 8-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. ഞങ്ങളുടെ ഈ ജീവിത സാക്ഷ്യം വഴി യേശുവിനെ രക്ഷകനും നാഥനുമായി ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ സഹനങ്ങളിലും ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും നഴ്സസ് മിനിസ്ട്രിയെയും ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.